നമസ്കാരം. ഇന്ന് ഷോ ദ സ്പിരിറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് GHMന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബുർഹാൻ തളങ്കരയാണ്. നമസ്കാരം ബുർഹാൻ തളങ്കര. നമുക്കറിയാം, വലിയ ഒരു വിഷയം കാസർഗോഡിന്റെ നെഞ്ചകം പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ജാസിമിന്റെ കൊലപാതകം എന്ന് തന്നെ പറയണം, അല്ലെ? ഇതൊരു കൊലപാതകം എന്നാണ് എല്ലാവരും പറയുന്നുള്ളത്. പക്ഷേ വ്യക്തമായ ഒരു തെളിവ് പോലീസിന് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ കാര്യത്തിലെ വ്യക്തത? ജാസിമിൻ്റെ കൊലപാതകം തന്നെ എന്നാണ് ഞങ്ങളെ കുറച്ച് വിശ്വസിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു കൊലപാതകമല്ലെന്ന് പറയാൻ സാധിക്കുകയില്ല. പിന്നെ അതിന് അടിസ്ഥാനപരമായ സാഹചര്യ തെളിവുകൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് അത് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ബുർഹാൻ സാഹിബ്. അതായത് ഈ കേസ് കഞ്ചാവ് മാഫിയോടൊപ്പം പോകുന്നതോടൊപ്പം തന്നെ ഒരു 377 ഒരു പ്രകൃതി വിരുദ്ധ പീഡനത്തിലോട്ടും ഈ കേസ് പോകുന്നതായി ഒരു സൂചന കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ നേരത്തെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തൊരു കാര്യമാണ്. അതിൽ സമീർ എന്നൊരു വ്യക്തി ഹോമോസെക്സിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ്. അതിൻ്റെ ഒരു കർമ്മശേഷി തെളിയിച്ച ഒരു വ്യക്തിയാണെന്ന് കൂടിയാണ് നാട്ടിലുള്ള സംസാരം. സമീർ എന്ന വ്യക്തി സമീർ എന്ത് ചെയ്യുന്ന ആളാണ്? അദ്ദേഹം ഈ കളനാട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കളനാട് മേൽപ്രഭ് കേന്ദ്രീകരിച്ച് ഉദ്മ വരെ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം. അവിടെ കഞ്ചാവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സമീറാണ്. പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്, ജസീം എങ്ങനെയാണ് സമീറിൻ്റെ കൂടെ പെട്ടത്? എൻ്റെ അന്വേഷണ അറിവിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവർ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. അതായത് ഒരു മാസം മുമ്പ്. അന്നാണ് ഈ സമീറിൻ്റെ ഇടനിലക്കാരനുണ്ട് ഒരു വിനേഷ്, ബബ്ലു എന്ന് പറയുന്ന വിനേഷ്. ഇദ്ദേഹമായിട്ട് ഫെബ്രുവരിയിലാണ് ഇവർ ബന്ധപ്പെടുന്നത്. ആദ്യത്തെ ബന്ധപ്പെടൽ കാണുന്നതന്നെ. അതിന് കാരണമായത് ഈ ജസീമിൻ്റെ ഒരു അടുത്ത ബന്ധു ഖാദർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഈ ജസീമിനെ ഈ വിനേഷുമായിട്ട് കൊണ്ടെത്തിക്കുകയായിരുന്നു, വിനേഷായിട്ട് കൂട്ടിമുട്ടിക്കുകയായിരുന്നു. തീർച്ചയായും 10ാം ക്ലാസ്സിലെ കുട്ടിയാണ്. എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളോ അദ്ദേഹം നൽകി കാണും. ജസീം ഈ വിനേഷുമായി ബന്ധപ്പെടുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിക്ക് നേരത്തെ മുമ്പ് അവർ ബന്ധപ്പെട്ടിരുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ ജസീമിൻ്റെ കൊലപാതകത്തിലെ വലിയ ഒരു അപാകതയായി എനിക്ക് തോന്നുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേരളത്തിലെ മികച്ച സർജൻ ആണ് പോലീസുകാർ അവകാശപ്പെടുന്നതും അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നതും. പക്ഷേ സ്വയം ബുദ്ധിയോടെ അല്ലെങ്കിൽ നല്ല വെളിവോടെയുള്ള ഒരു വ്യക്തി നേരെ വരുന്ന ട്രെയിൻ ഇടിച്ചെന്ന് വെച്ചിട്ടോ നേരെ തരുന്നുണ്ടെങ്കിൽ ആ ബോഡി കണ്ടെത്തുക വളരെ പ്രയാസമായിരിക്കും. ആ രൂപത്തിൽ കണ്ടെത്തുക വളരെ പ്രയാസമായിരിക്കും. കാരണം ഈ ബോഡിയുടെ ഈ ഒരു ഭാഗത്താണ് മുഴുവനും പരിക്കുകളുള്ളത്. ഈ ഒരു വഴിക്കാണ് ഇങ്ങനെ പോയിട്ടാണ് ഈ പരിക്കുകളുള്ളത്. ഈ പരിക്കുകൾ നേരെ വരുന്ന ഒരു ട്രെയിൻ ഇടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പരിക്കുണ്ടാവുക ഞങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഒരു ചാൻസ് ഞങ്ങൾക്കാർക്കും അവിടെ കാണുന്നില്ല. ഇനി ട്രെയിൻ ഇടിച്ചാൽ തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്, ലഹരി ഉപയോഗിക്കാത്ത നല്ല സ്വബോധത്തിലുള്ള അതല്ലെങ്കിൽ നല്ല കേൾവി ശക്തിയുള്ള കാഴ്ച ശക്തിയുള്ള ജസീം എന്ന കുട്ടി 2.5 കിലോമീറ്ററോളം വ്യൂ കിട്ടുന്ന ഒരു റെയിൽ പാതയാണ് അത്. എവിടെ നിന്നാണോ ഇടിച്ച് എന്ന് പറയുന്നത് അവിടുന്ന് അങ്ങോട്ടേക്കാണ് ഒരു വളവ് വരുന്നത്. ആ വളവ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ട്രെയിൻ നല്ല രീതിയിൽ ഹോൺ അടിച്ചാണ് അവിടെ വരുന്നത്. അവിടെ പോയ എല്ലാ റിപ്പോർട്ടർമാർക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്, അവിടെ ഒരു ട്രെയിന് പോലും ഹോൺ അടിക്കാതെ കടന്നു പോകാറില്ല. കാരണം ഇടിച്ച് എന്ന് പറയുന്ന സ്ഥലം മുതൽ അങ്ങോട്ട് വളവാണ്. പക്ഷേ ഇടിച്ചി എന്ന് പറയുന്ന സ്ഥലം 2.5 കിലോമീറ്റർ വ്യൂ ഉണ്ട്. കാസർഗോഡ് ഭാഗത്തേക്ക് വ്യൂ ഉണ്ട്. വൈബ്രേഷനോട് കൂടി വരുന്ന ട്രെയിൻ, അതിവേഗത്തിൽ വരുന്ന ട്രെയിൻ വൈബ്രേഷൻ ഉണ്ടാവും, സൗണ്ട് ഉണ്ടാവാം, ഹോർൺ അടിക്കാം. രാത്രിയാണ് ലൈറ്റ് ഇട്ടിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ ലൈറ്റ് ഇട്ട് വരുന്ന ഒരു കുട്ടിക്ക് കണ്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? പക്ഷേ ഈ ജസീം കിടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പോട്ടായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ കെറ്റ എന്ന് പോയ രൂപത്തിലുള്ള ഒരു സസ്യം, ആ സസ്യത്തിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റിയതുപോലെയോ അല്ലെങ്കിൽ ഒടിഞ്ഞതുപോലെയോ ഉണ്ട്. അവിടെ രക്തം കിടക്കുന്നുണ്ടായിരുന്നു. ഒറ്റ ചോദ്യം, ബുർഹാൻ സാഹിബ് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കൊലപാതകമാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് ബുർഹാൻ താങ്കളോട്. ഇത് ഒരു കൊലപാതകമായി കാണേണ്ടിയിരുന്ന സാഹചര്യത്തിൽ നിന്നും പൊതുജനങ്ങൾക്ക് ഇത് ട്രെയിൻ തട്ടിയ മരണമാണെന്ന് പറഞ്ഞത് നിങ്ങളാണ്. അതായത് അതിൽ ഒരു വാട്സപ്പിൽ വന്നൊരു വോയിസാണ് ബുർഹാൻ ട്രെയിൻ തട്ടി എന്ന് പറയുന്നത്. 4 ദിവസത്തോളം ഈ കുട്ടിക്ക് വേണ്ടി രാത്രിയും പകലും അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 4 ദിവസം എൻ്റെ എല്ലാ തിരക്കുകളും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ കുട്ടിക്ക് വേണ്ടി തിരയാത്ത ഒരു ഏരിയയോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഇല്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടുകാരെ കാലിൽ പിടിച്ചിട്ടില്ല എന്നുള്ളൂ. അത്ര രീതിയിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അവർക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തു, തമാശ രൂപത്തിൽ ചോദിച്ചു നോക്കൂ. എൻ്റെ സ്വന്തം ഭാര്യയെ വണ്ടിയിലിരുത്തി ഒരു കുട്ടി, ഈ ജാബിർ എന്ന കുട്ടിയെ കൂടി ഇരുത്തിയിട്ട് പെണ്ണുങ്ങൾ ചോദിച്ചാൽ പറയുമെന്ന രീതിയിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നടത്തി നോക്കി. ഒരുപാട് പ്രയത്നിച്ചിരുന്നു. ഈ കുട്ടി അവസാനം എൻ്റെ വണ്ടിയിലാണ് ഈ ഖാദർ എന്ന ആളെ ഞങ്ങൾ കൊണ്ട് ഇരുത്തുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അബ്ദു എന്ന് പറയുന്ന ഒരു സുഹൃത്തും കൂടിയുണ്ട്. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാണ്, അബ്ദു ബാക്കിലും. പിന്നെ അവനെ ഞങ്ങൾ ചൈൽഡിലൊക്കെ ഒരു കള്ളക്കേസിൽ കുടുക്കിയെന്നൊക്കെ പറഞ്ഞു അബ്ദു ഉണ്ട്, ആ കുട്ടി ഈ ഖാദറുണ്ട്. ഈ ഖാദറിനോട് ഒരു ചോദ്യം ഞങ്ങൾ ചോദിച്ചുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾ വിനേഷിനെയും അതുപോലെ മറ്റു ചിലരെയും ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അവർ മറ്റുള്ളൊരു കാറുകളിലേക്ക് ഞങ്ങൾ മാറ്റിയതിന് ശേഷം ഖാദർ ഞങ്ങളെ കാറിലോട്ട് വരികയാണ്. ഖാദർ ഞങ്ങളെ കാറിലോട്ട് വന്ന് ഞാൻ ഖാദറിൽ ഞാൻ മുമ്പിലിരുന്ന് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ. കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഇനി ജസീം എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി, ജസീം എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കുട്ടി ആ ഖാദറിനൊരു ഷോക്ക് പോലായി. എത്രയും പറഞ്ഞു, ഷോക്ക് പോലായി. അപ്പോൾ ആ ഷോക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തോ കിടക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ അടുത്ത പറഞ്ഞു, നിൻ്റെ കൂടെയുള്ളവരെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, മറ്റവരെ ഇപ്പോൾ കാറിലിട്ട് പൂട്ടിയിട്ടുണ്ട്, അടുത്തത് നീയാണ്, നീ കാണിച്ചു തന്നാൽ മതി, എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മതി. അപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ, ഈ മരണം എന്നുള്ളത് ഞങ്ങളെ ചിന്തയിൽ പോലും ഇല്ല. ഇവരെവിടെയെങ്കിലും പൂട്ടിക്കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പൂട്ടിയിട്ടുണ്ടാവും. കാരണം നേരത്തെ കുറേ ഒരു റൂമേഴ്സൊക്കെ കിട്ടിയിരുന്നു, ഒരു വണ്ടി തട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ഈ പണ ഇടപാട് അതൊക്കെ പറഞ്ഞ് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അടിസ്ഥാനം പിന്നെ മനസ്സിലിട്ടുകൊണ്ടാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, നീ എവിടെയാണെന്ന് കാണിച്ചെന്നാൽ മതി. അപ്പോൾ ഈ ഖാദർ ഓൺ ദ സ്പോട്ട് ഞങ്ങളോട് പറഞ്ഞു, പേഴ്സണലായിട്ടും പറയാം. ഈ പേഴ്സണലായിട്ട് പറയാമെന്ന് പറഞ്ഞതിന് ശേഷം ഞാനും അബ്ദും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. കാരണം സംഭവം സക്സസ് ആയി. ഞാൻ വണ്ടിയുടെ വെളിയിൽ കൈയിട്ട് എൻ്റെ ഭാര്യ ഇതൊക്കെ ജനലിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സക്സസ് എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കാരണം ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് എല്ലാവരും ഹാപ്പി ആയി നിൽക്കുകയാണ്. മൊത്തം ആ ഒരു അന്തരീക്ഷമെല്ലാം മൊത്തം ഹാപ്പിയായി. കാരണം കുട്ടിയെ കിട്ടാൻ പോവാണ്. മരണപ്പെട്ടതായിട്ടുള്ള വിവരം അറിയുന്നില്ല. ഇല്ലില്ല, ആ ഒരു ഭാവി ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ആ വഴിക്ക് ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. ഒരു മനസ്സിൽ പോലും ആ തോന്നൽ പോലും ഞങ്ങളെ മനസ്സിൽ വന്നിട്ടില്ല. ഞാനെന്താക്കി, വണ്ടി വീട്ടിൽ നിന്ന് എടുത്ത് പുറത്ത് കൊണ്ടുപോയി. പുറത്ത് ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 25-30 മീറ്റർ മാറിയിട്ട് വണ്ടി നിർത്തിച്ചിട്ട് ഞാൻ എവിടെയാണ് ജസീം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ബബ്ലുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ്. വിനീഷിനെ കുറിച്ച് ബബ്ലു എന്നാണ്. ഈ ബബ്ലു എന്ന വിനീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ കരുതുന്ന പോലെ അല്ല ഈ ബബ്ലു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, അതൊക്കെ വിട്, അവരൊക്കെ ഞങ്ങൾ വേണ്ട ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്, നീ ജസീമിനെ കാണിച്ചെന്നാൽ മതിയാണ്. ജസീമിനെ കാണിച്ചെന്നാൽ അവൻ്റെ അടുത്ത വാക്ക് ജസീം മരിച്ചു ഇതാണ്. ഷോക്ക് എന്നല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഷോക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വ്യക്തികളെ ഓരോരോ ആൾക്കാരെയും ഞങ്ങൾ ഈ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ചെയ്തിരുന്നു. എവിടെ പോകുമ്പോൾ ക്യാമറ സെറ്റ് ചെയ്തു. കാരണം ഒരു ആരോപണം ഞങ്ങളുടെ മേലുണ്ടാകാൻ പാടില്ല. അടിച്ചു തൊഴിച്ചു അങ്ങനെയുള്ള ഒരു ആരോപണം ഞങ്ങളെ മേലുണ്ടാകാൻ പാടില്ല. ചോദ്യം ചെയ്യുന്ന ഓരോ ഭാഗങ്ങളും ഞങ്ങൾ ക്യാമറ റെക്കോർഡ് ചെയ്തിരുന്നു ആ സമയത്ത്. ഖാദർ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു ലാഭപ്രസ്ഥാനമായിട്ടല്ല താങ്കൾ കൊണ്ടു നടക്കുന്നതിന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു സമൂഹ നന്മയ്ക്കായിട്ടാണ് നിങ്ങളൊരു ചാനൽ തുടങ്ങിയതെന്നും എനിക്കറിയാം. അപ്പോൾ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? നമുക്ക് ഇത് കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല. ഇത്തരക്കാരുടെ ഫോട്ടോകൾ നമുക്ക് പബ്ലിഷ് ചെയ്യാം.
അത് ഒരു വ്യക്തമായ സമൂഹത്തിലുള്ള സൂചനയാണ്. കാരണം നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആര് മറച്ചു വെച്ച് കഴിഞ്ഞാലും ഞങ്ങൾ മറച്ചു വെക്കില്ല. ഒരു കാടത്തരമാണ്. കാരണം ഒന്നും അറിയാത്ത പാവങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ്, മാധ്യമ പ്രവർത്തകർ ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കൊടുക്കാൻ പോലും വരുന്നില്ല എന്ന് പറയുന്നത്. അതിനൊക്കെ മാറ്റം സൃഷ്ടിക്കാനാണ്. കാസർഗോഡ് എന്ന ചെറിയൊരു നഗരത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫോട്ടോ തരാത്ത ആളെ നമുക്ക് കായികമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഏത് പെൺകുട്ടിയുടെ വിഷയത്തിൽ നേരത്തെ 9ാം ക്ലാസ് മുതൽ കുട്ടി ഡ്രഗ് അഡിക്റ്റാണ്. 9ാം ക്ലാസ് മുതൽ കുട്ടി ഡ്രഗ് അഡിക്റ്റാണ്. മാത്രമല്ല കുട്ടിയുടെ ഒരു പിതൃ സഹോദരൻ്റെ മകൻ ഈ കുട്ടിയെ ഉപയോഗിച്ചിട്ട് പലരിൽ നിന്നും ബ്ലാക്ക് മെയിൽ ചെയ്തതായി ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു അന്വേഷണ ടീമിന് അതറിയാൻ സാധിച്ചിട്ടുണ്ട്. 1 ലക്ഷത്ത് അത് ഞങ്ങൾ പുറത്ത് വിട്ടിരുന്നു. 1,68,000 രൂപയോളം. ഇതിന് മുമ്പും ഇതേപോലെ ഒരു കാശ് എബോവ് 1.5 lakhs എബോവ് ഒരു കാശ് ഇവർ കിട്ടിയിരുന്നു. അവർ ഗോവയിൽ പോയി അത് അടിച്ചു പൊളിച്ചു തീർത്തു. രണ്ടാമത്തതിന് അവർ ഉപയോഗിച്ചതാണ് മൊബൈൽ ഐഫോണിൻ്റെ 10 വാങ്ങിക്കാനും ബാക്കി കാശ് അവർ ഷെയർ ചെയ്തു എടുത്തു. ഇത് ഒരു പോലീസ് പിടിയിലാകുമ്പോൾ പീഡനമായിട്ട് വരുന്ന വിചിത്രമായ രോഗമൊക്കെയുള്ള നാടാണ് നമ്മുടെ നാട്. യുവതിയുടെ പരാതിയിൽ 3 പേർക്കെതിരെ കേസെടുക്കുന്നു. യുവതി നിരപരാധി. എന്ത് നിയമമാണ് ഇത് സംഭവം? ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികൾ ട്രാപ്ഡ് ആണെന്നാണ് എൻ്റെ പൊതുവാരം. എന്തില്ലാരും പിന്നെ എന്താ കുട്ടികളെ ഒരു ചേരങ്കയിലെ കുട്ടി സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണന പലയിടത്തും യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു സത്യം പൊതുസമൂഹം ഇതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ പിതൃ സഹോദരനും ഈ യുവതിയും കൂട്ടിയിട്ടാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ചേരങ്കയിലെ യുവാവിനെ ട്രാപ്പിലിട്ടതാണ്. അതൊരു അറിയാൻ ശ്രമിച്ചിടത്തോളം ഈ ചേരങ്കയിലെ യുവാവ് കുറച്ചും കൂടി നല്ല ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്ത്രീകളെ കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരും വീണു പോകുന്ന അവസ്ഥയിൽ കുട്ടിയും വീണു പോയിട്ടുണ്ടാവാം. ഞാൻ അതിൻ്റെ അന്വേഷണ മികവിലേക്ക് കടക്കുന്നില്ല. യുവതിക്കെതിരെ ഒരു പരാതി എന്ന രീതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂലേ? പരാതിക്കാർ ഈ 1.5 ലക്ഷം കൊടുക്കാനിടയായ സാഹചര്യം എന്തായിരിക്കുന്നു താങ്കൾക്ക് ഊഹിച്ചെടുക്കാം. അപ്പോൾ പരാതിയും സ്വാഭാവികമായും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടിയിട്ടുണ്ട്. ചെർക്കളയിലെ ഒരു സ്വദേശി, പേരിവിടെ ഞാൻ വെളിപ്പെടുത്താൻ ഇപ്പോൾ താല്പര്യമില്ല. സ്ത്രീയാണ്, വിദ്യാർത്ഥിയാണ്, ഷെട്ടി കോളേജിൽ പഠിക്കുകയാണ്. മാംഗ്ലൂർ ഷെട്ടി കോളേജിൽ പഠിക്കുക. ചെർക്കള സ്വദേശിനിയായ ഒരു പെൺകുട്ടി ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നില്ല. ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അവിടെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്ന ഈ ചെർക്കള സ്വദേശിനിയായ വിദ്യാർത്ഥിയാണ്. അല്ലല്ല, ആ പേര് ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിദ്യാർത്ഥിനി എന്നുള്ള പരിഗണന ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ യഥാർത്ഥ പിക്ചർ തെളിവുകൾ ഹാജരാക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതൊരു കാര്യമാണ്. കാരണം അവർ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തെളിവുകളായിട്ട് ഹാജരാക്കാൻ പറ്റില്ല. പക്ഷെ സത്യം അതാണ്. അതുപോലെ വേറെയും ഇവിടുത്തെ ഒരു 4ഓളം പ്രമുഖർ, ഇവിടുത്തെ ഒരു പ്രമുഖർ ഈ കുട്ടികളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ പലരും വിദ്യാർത്ഥിനികളെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നിർത്താം. ബുർഹാൻ സാഹിബ് ഷോദസ്പെറ്റിൽ വന്നതിന് നന്ദി. ഒപ്പം നമുക്കറിയാം ബുർഹാൻ ഷോദസ്പെറ്റിൽ മനസ്സ് തുറന്നത് 2 വിഷയങ്ങളിലാണ്. ഒന്ന്, ജസീമിൻ്റെ മരണം കൊലപാതകമെന്ന് ഉറച്ചു പറയുന്നുണ്ട്. 2, ഇപ്പോൾ പിടിക്കപ്പെട്ട അതല്ലെങ്കിൽ ഈയിടെ പോലീസിൻ്റെ റെയ്ഡ് മൂലം പിടിക്കപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതികൾ, ലഹരി മാഫിയയുടെ അഡിക്റ്റായിട്ടുള്ള പ്രതികളെ അവരുടെ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം പോലീസിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതായത് അവരുടെ ഫോട്ടോ പോലും മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന ഒരു വലിയ സത്യം. ബാക്കിയുള്ളവരുടെ ഫോട്ടോകൾ പോലീസ് പത്രങ്ങൾക്ക് മുന്നിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി നൽകുമ്പോൾ ഇവിടെ ഈ പ്രതികളിലെ ഒരാളുടെ ഫോട്ടോ പോലും പോലീസ് നൽകാൻ വേണ്ടി തയ്യാറായില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. നന്നാവേണ്ടതുണ്ട് ഒരുപാട്. ജാസിമിൻ്റെ കൊലപാതകന്മാരെ
തീർച്ചയായും പൊതുസമൂഹം ഒരിക്കൽ ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നതോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.